ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സെപ്റ്റംബർ 2 സൺഡേ സേവികാ സംഘ ദിനമായി മർത്തോമാ സഭ ആചരിക്കുകയാണ്. സ്ത്രീകളുടെ ആത്മീകവും ഭൗതികവുമായ ഉന്നമനത്തിനായി 1919 സ്ഥാപിച്ച സംഘടനയാണ് മർത്തോമാ സുവിശേഷ സേവികാ സംഘം. അന്നേ ദിവസം മെത്രാപ്പോലിത്തായുടെ അംഗീകാരത്തോടു കൂടിയുള്ള ആരാധനക്രമം ഉപയോഗിക്കുകയും ആരാധനയിലും വചനഘോഷണത്തിലും സ്ത്രീകൾ നേതൃത്വം നൽകുകയും ചെയ്തു വരുന്നു. സ്ത്രീകളിൽ ആത്മീയ വളർച്ച, സുവിശേഷ പ്രവർത്തനം, പ്രാർത്ഥന, ബൈബിൾ പഠനം, സാമൂഹിക സേവനം എന്നിവ സ്ത്രീകളിൽ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ച സംഘടനയാണ് മർത്തോമാ സുവിശേഷ സേവികാ സംഘം. കുടുംബജീവിതത്തിലും സഭാജീവിതത്തിലും ക്രിസ്തീയ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുവാനും സ്ത്രീകളെ ദൈവവചനത്തിൽ വളർത്തുവാനും ആത്മീയ ജീവിതത്തിൽ ശക്തിപ്പെടുത്തുന്നതിനും പ്രാർത്ഥനാ യോഗങ്ങൾ, ബൈബിൾ പഠനങ്ങൾ, ധ്യാന യോഗങ്ങൾ എന്നിവ സംഘടിപ്പിച്ച് സുവിശേഷ പ്രവർത്തനങ്ങളിലും സഭയുടെ വിവിധ ശുശ്രൂഷകളിൽ സ്ത്രീകളെ പങ്കാളിയാക്കുന്നതിനും രോഗികൾക്കും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കും വയോജനങ്ങൾക്കും വേണ്ടി കാരുണ്യ പ്രവർത്തനങ്ങളും മർത്തോമാ സുവിശേഷ സേവികാ സംഘം ചെയ്തു വരുന്നു. എല്ലാ സ്ത്രീകളും ക്രിസ്തുവിനെ അറിയുക, അനുഭവിച്ചറിഞ്ഞ ക്രിസ്തുവിനെ മറ്റുള്ളവരിലേക്ക് കൂടി പകർന്നു കൊടുക്കുക എന്നതാണ് ഓരോ സേവികാ സംഘാംഗത്തെയും കുറിച്ചുള്ള ദൈവഹിതം. ഓരോ വർഷവും ഓരോ പഠന വിഷയത്തെ ആസ്പദമാക്കിയാണ് സേവികാ സംഘ ദിനം ക്രമീകരിക്കുന്നത്. ഈ വർഷത്തെ പഠന വിഷയം ദൈവ സമർപ്പിത വനിതകൾ, ഭയരഹിതരും വിശ്വസ്തരും, വുമൺ ഹൂ ട്രസ്റ്റ് ഗോഡ്, ഫിയർലെസ് ആൻഡ് ഫെയ്ത്ത്ഫുൾ. അല്പസമയത്തെ ചിന്തയ്ക്കായി തെരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. സെന്റ് ജോൺ ചാപ്റ്റർ 12 വേഴ്സസ് 1 to 8. എല്ലാവർക്കും വളരെ സുപരിചിതമായ വേദഭാഗം. ദൈവസമർപ്പിതയായ മറിയ ഭയരഹിതയായി വിശ്വസ്തയോടെ തൻ്റെ സ്നേഹവും വിശ്വാസവും സമർപ്പണവും പ്രവൃത്തിയിലൂടെ പ്രകടമാക്കിയ സംഭവമാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഒരു സംഭവം വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലും വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന്റെ പശ്ചാത്തലം നോക്കുകയാണെങ്കിൽ പെസഹായ്ക്ക് കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് യേശു ബഥാനിയയിലെ ലാസറിന്റെ ഭവനത്തിൽ ഒരു അത്താഴ വിരുന്നിൽ സംബന്ധിക്കുമ്പോൾ അവിടെ മറിയ വിലയേറിയ സ്വച്ഛജട മാംസി തൈലം കർത്താവിന്റെ പാദത്തിൽ പൂശുകയും തലമുടി കൊണ്ട് തുടയ്ക്കുകയും ചെയ്യുന്നു. ഇത് കണ്ട യൂദ മറിയയെ വിമർശിക്കുന്നു. യൂദായുടെ മനോഭാവത്തെ മനസ്സിലാക്കിയ യേശു അവളെ സംരക്ഷിക്കുകയും അവളുടെ സമർപ്പണത്തെ അംഗീകരിക്കുകയും ചെയ്യുന്ന വേദഭാഗമാണ് ഇത്. ഈ ഒരു വേദഭാഗത്തിന്റെ യഹൂദ പശ്ചാത്തലം ശ്രദ്ധിക്കുമ്പോൾ യഹൂദ പാരമ്പര്യമനുസരിച്ച് സ്ത്രീകൾക്ക് സമൂഹത്തിലായാലും ഭവനത്തിലായാലും യാതൊരു പരിഗണനയും ലഭിച്ചിരുന്നില്ല. സ്ത്രീകളെ വെറും നായ്ക്ക് തുല്യമായി കണ്ടിരുന്നതായ കാലം, പരസ്യമായി ഭർത്താവിനോട് പോലും സംസാരിക്കുവാൻ അനുവദിക്കാത്ത കാലം, മതഗ്രന്ഥങ്ങൾ വായിക്കുവാൻ സമ്മതിച്ചിരുന്നില്ല. എന്തിനേറെ പറയുന്നു, തലമുടി അഴിച്ചിടാനുള്ള സ്വാതന്ത്ര്യം പോലും അന്ന് സ്ത്രീകൾക്ക് ഉണ്ടായിരുന്നില്ല. ഈ ഒരു സാഹചര്യത്തിൽ നിന്നും എനിക്കും നിങ്ങൾക്കും ഇത്രയേറെ സ്വാതന്ത്ര്യത്തോടെ സ്ത്രീ പുരുഷ ഭേദമന്യേ ഒരുമിച്ചിരുന്ന് ആരാധിക്കുവാനും പ്രവർത്തിക്കുവാനും ഇടയായത് കർത്താവായ യേശു ക്രിസ്തു കാണിച്ചു തന്ന പഠിപ്പിക്കലുകളാണ്. അവൻ കാണിച്ചു തന്ന ജീവിതമാണ്, അവൻ കാണിച്ചു തന്ന പ്രവർത്തനങ്ങളാണ് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. നമ്മൾ വായിച്ച വേദഭാഗത്തിലും സാമൂഹിക തിന്മയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന യേശുവിനെയാണ് കാണാൻ സാധിക്കുന്നത്. പുതിയ നിയമം വായിക്കുമ്പോൾ 6 മറിയമാരെ കുറിച്ച് പറയുന്നുണ്ട്. 1 യേശുവിൻ്റെ അമ്മ മറിയ, 2 മഗ്ദലന മറിയം, 3 യാക്കോബിൻ്റെയും യോസെഫിൻ്റെയും അമ്മ മറിയ, 4 യോഹന്നാൻ്റെ അമ്മ മറിയ, 5 അധ്വാനിക്കുന്ന മറിയയെക്കുറിച്ച് റോമർക്കെഴുതിയ ലേഖനം 16:6 പറയുന്നുണ്ട്. 6-മത്തേത് മാർത്ത മറിയ സഹോദരിമാരിലെ മറിയയെക്കുറിച്ചാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. കർത്താവിൻ്റെ കാൽക്കലിരുന്ന് വചനം പഠിച്ച മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നുവെന്ന് കർത്താവിൻ്റെ സർട്ടിഫിക്കറ്റ് നേടിയ മറിയയെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഭയരഹിതരും വിശ്വസ്തരുമായ ദൈവ സമർപ്പിതരിൽ കാണുന്ന
രണ്ട് സവിശേഷതകളാണ് അല്ലെങ്കിൽ രണ്ട് പ്രത്യേകതകളാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒന്ന്, വ്യക്തമായ ലക്ഷ്യബോധ്യത്തോടെ യേശുവിനെ സമീപിച്ചതായ മറിയ. വ്യക്തമായ ലക്ഷ്യബോധ്യത്തോടെ യേശുവിനെ സമീപിച്ചതായ മറിയ. സുവിശേഷ വേദഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, സമൂഹം സ്ത്രീകളെ മാറ്റി നിർത്തുമ്പോഴും കുറ്റപ്പെടുത്തുമ്പോഴും അവിടെയൊക്കെ അവരെ ചേർത്ത് പിടിക്കുന്ന, സൗഖ്യമാക്കുന്ന, സംരക്ഷിക്കുന്ന യേശുവിനെയാണ് കാണാൻ സാധിക്കുന്നത്. സ്ത്രീയുടെ വിചാര വികാരങ്ങളെ മനസ്സിലാക്കുന്ന യേശുവിനെയാണ് ഈ വേദഭാഗത്തും നമുക്ക് കാണുന്നത്. അതുകൊണ്ട് ഭയരഹിതമായി ശുശ്രൂഷ ചെയ്യുവാനുള്ള അവസരമാണ് കർത്താവ് മറിയയ്ക്ക് ഒരുക്കി കൊടുക്കുന്നത്. അത്താഴ വിരുന്നിലേക്ക് സ്വച്ഛജട മാംസി തൈലവുമായി മറിയ കടന്നു വരുന്നത് യേശുവിനെ മശിഹയായി തിരിച്ചറിഞ്ഞതിൻ്റെയും അംഗീകരിക്കുന്നതിൻ്റെയും പ്രതീകമായിട്ടാണ്. അവൻ ആരാണെന്നും അവനെ സമീപിക്കുമ്പോഴുണ്ടാകുന്ന ജീവിത അനുഭവത്തെക്കുറിച്ചും വ്യക്തമായ ധാരണ ഉണ്ടായതുകൊണ്ടാണ് അവൾ ഈ സാഹസത്തിന് തയ്യാറായത്. സ്വച്ഛജടം മാംസി തൈലത്തെക്കുറിച്ച് പറയുമ്പോൾ വളരെ വിലയേറിയ തൈലമാണ്. നാഡ് എന്ന ചെടിയിൽ നിന്നുമാണ് ഈ തൈലം ഉണ്ടാക്കുന്നത്. ഹിമാലയൻ താഴ്വരയിൽ കാണപ്പെടുന്ന ഒരു അപൂർവ തരം ചെടിയാണ് ഈ നാഡ്. ഈ തൈലത്തിന്റെ പ്രത്യേകതയെക്കുറിച്ച് പറഞ്ഞാൽ വളരെയേറെ സൗരഭ്യം നിറഞ്ഞതാണ്. ഈ സുഗന്ധം ദിവസങ്ങളോളം നിലനിൽക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഈ തൈലം സാധാരണയായി രാജാക്കന്മാരെയും വിശിഷ്ട അതിഥികളെയും സ്വീകരിക്കുന്നതിന്റെ ആദര സൂചകമായി ഉപയോഗിക്കാറുണ്ടായിരുന്നു. വിശിഷ്ട വ്യക്തികളുടെ ശവസംസ്കാരത്തിന് മുന്നോടിയായി ഈ തൈലം മൃതശരീരത്തിൽ ഒഴിക്കുന്ന പതിവും ഉണ്ടായിരുന്നു. ഇവിടെ മറിയ യേശുവിന്റെ കാലിൽ തൈലം പൂശിയത് തന്നെ വരാനിരിക്കുന്ന മരണത്തെയും അടക്കത്തെയും മുൻകൂട്ടി സൂചിപ്പിക്കുന്ന പ്രവൃത്തിയായിട്ട് തന്നെ യേശു ഈ ഭാഗത്ത് വ്യക്തമാക്കുന്നുണ്ട്. യേശുവിനെ കാണണമെന്നും തൈലം പൂശണമെന്നുമുള്ള വ്യക്തമായ ലക്ഷ്യത്തോടെ സമീപിച്ചതായ മറിയ അറിഞ്ഞോ അറിയാതെയോ കർത്താവിന്റെ ശുശ്രൂഷയിൽ പങ്കാളിയാകാനുള്ള അവസരമാണ് ലഭിച്ചത്. തന്മൂലം അവളുടെ ജീവിതത്തിന് തന്നെ മാറ്റമുണ്ടാകുന്നു. ഭയമില്ലാത്ത സ്ത്രീകൾക്ക് മാത്രമേ ദൈവ സമർപ്പിതരാകുവാനായിട്ട് സാധിക്കുകയുള്ളൂ. മറിയ വിലയേറിയ തൈലം യേശുവിന് സമർപ്പിച്ചപ്പോൾ ആളുകളുടെ വിമർശനത്തെ അവൾ ഭയന്നില്ല. അവളുടെ ലക്ഷ്യം മുഴുവനും യേശുവായിരുന്നു. വിമർശനങ്ങളെ ഭയക്കുന്നവർക്ക് ലക്ഷ്യത്തിലെത്താനായിട്ട് സാധിക്കുകയില്ല. സമൂഹത്തിന്റെ വിമർശനങ്ങളെ ഭയക്കാതെ ക്രിസ്തുവിനെ സ്നേഹിക്കുകയും ക്രിസ്തുവിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന സ്ത്രീകളെയാണ് യേശു അന്വേഷിക്കുന്നത്. ദൈവ ഇഷ്ടപ്രകാരം ജീവിക്കുമ്പോൾ എല്ലാവരും നമ്മളെ മനസ്സിലാക്കണമെന്നില്ല. പലരും പരിഹസിക്കും, പലരും നമ്മെ തെറ്റിദ്ധരിക്കപ്പെടും, പലരും നമ്മെ വിമർശിച്ചെന്നിരിക്കും. എന്നാൽ അവരുടെ മുമ്പിൽ നമ്മെ തന്നെ ന്യായീകരിക്കാൻ നിൽക്കാതെ യേശുവിൽ തന്നെ ആയിരിക്കണം നമ്മുടെ ലക്ഷ്യം. നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ അവനായിരിക്കണം നമുക്ക് എല്ലാം. നമ്മുടെ വിചാര വികാരങ്ങളെ അറിയുന്നവൻ, നമ്മുടെ കണ്ണുനീരിനെ കാണുന്നവൻ, നമ്മുടെ ഉള്ള അവസ്ഥകളെ അറിയുന്നവൻ കർത്താവ് മാത്രമാണ് എന്ന തിരിച്ചറിവാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. ദൈവ സമർപ്പിതയായ സ്ത്രീ ഭയത്താലല്ല വിശ്വാസത്താലാണ് ജീവിക്കേണ്ടത്. ഭയരഹിതയായ സ്ത്രീ, ശബ്ദമുയർത്തുന്ന സ്ത്രീ എന്നതല്ല അർത്ഥം. വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്ന സ്ത്രീയാണ്. മറിയയുടെ പേര് ഇന്ന് നമ്മൾ ഓർക്കുന്നത് അവൾ ഉണ്ടാക്കിയെടുത്ത സമ്പത്തിലല്ല, പിന്നെയോ അവളുടെ സമർപ്പണത്തെയാണ്. നമ്മൾ ധാരാളം ചെറുതും വലുതുമായ ശുശ്രൂഷകൾ ചെയ്യാറുണ്ട്. വേദനയിലിരിക്കുന്നവരെ കാണാൻ പോകാറുണ്ട്, ഭവനത്തിൽ പ്രാർത്ഥന വെക്കാറുണ്ട്, പോകാറുണ്ട്, ദാനം ചെയ്യാറുണ്ട്. എന്നാൽ ഈ ശുശ്രൂഷകളൊക്കെ ചെയ്യുന്നതിന്റെ പിന്നിലെ ഉദ്ദേശം എന്താണ് എന്ന് ചിന്തിക്കാറുണ്ടോ? സ്ഥാനമുള്ളത് കൊണ്ടാണോ? പേര് കിട്ടാനാണോ? അംഗീകാരം കിട്ടാനാണോ? എന്താണ് നമ്മുടെ ലക്ഷ്യം? നമ്മൾ എന്തൊക്കെ ചെയ്താലും യേശുവുമായി വ്യക്തിപരമായ ബന്ധമുണ്ടെങ്കിൽ മാത്രമേ ആ ശുശ്രൂഷകളെല്ലാം മാനിക്കപ്പെടുകയുള്ളൂ. ഭയരഹിതരും വിശ്വസ്തരുമായ ദൈവസമർപ്പിതരിൽ കാണുന്ന രണ്ടാമത്തെ സവിശേഷത, വിലയുള്ളത് കൊടുക്കുമ്പോൾ വിലയുള്ളതാക്കുന്ന യേശു. വിലയുള്ളത് കൊടുക്കുമ്പോൾ വിലയുള്ളതാക്കുന്ന യേശു. യേശുവിന് വിലയുള്ളത് അർപ്പിച്ചപ്പോൾ വിലയുള്ളവളാക്കുന്ന മറിയയാണ് ഇവിടെ കാണുന്നത്. ഒരു വർഷക്കാലം
അവളുടെ അധ്വാനത്തിന്റെ പ്രതിഫലം മുഴുവനും കർത്താവിന് സമർപ്പിച്ചു. വിലയേറിയത് അവന് കൊടുക്കാൻ മറിയെ പ്രേരിപ്പിച്ചത് രക്ഷകനാണെന്നുള്ള തിരിച്ചറിവാണ്. തൈലത്തിന്റെ വിലയേക്കാൾ യേശുവിന് ശുശ്രൂഷ ചെയ്യുവാനുള്ള ഭാഗ്യമായിട്ടാണ് അവൾ കണ്ടത്. യേശു തന്റെ ശുശ്രൂഷയ്ക്കായി വിളിച്ച 12 ശിഷ്യന്മാരിൽ ഒരാളായ യൂദ സാമ്പത്തിക ലാഭത്തിനായി യേശുവിനെ കാണാൻ ശ്രമിക്കുമ്പോൾ, യേശുവിന് വേണ്ടി തന്റെ പക്കൽ ഉള്ളതിൽ വെച്ച് ഏറ്റവും വിലയേറിയത് അവളുടെ അധ്വാന ഫലം മുഴുവനും നഷ്ടപ്പെടുത്താനാണ് അവൾ ആഗ്രഹിച്ചത്. ക്രിസ്തുവിനായി നൽകുന്നതൊന്നും പാഴാകാറില്ല, പാഴാക്കാൻ അവൻ സമ്മതിക്കുകയുമില്ല എന്നതാണ് മറിയയിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. ജീവിതത്തിൽ വിലയുള്ളതിനെ, അത് മക്കളാകാം, സമ്പത്താകാം, കഴിവാകാം, സമയമാകാം, അത് ദൈവസന്നിധിയിൽ കൊടുക്കാനായിട്ട് സാധിക്കണം. അവിടെയാണ് നമ്മുടെ വിശ്വസ്തത പ്രകടമാകുന്നത്. വിശ്വസ്തതയ്ക്ക് ഉടനടി പ്രതിഫലം ലഭിക്കണമെന്നില്ല. എന്നാൽ വിശ്വസ്തരെ ഒരിക്കലും മറക്കാത്തവനാണ് കർത്താവ്. വിശ്വസ്തതയുടെ യഥാർത്ഥ അളവ് എത്ര ചെയ്യുന്നു എന്നതിലല്ല, ഏത് മനോഭാവത്തോടെയാണ് ചെയ്യുന്നു എന്നതാണ് പ്രധാനം. അപാര സാധ്യതകൾ ഉള്ള ജീവിതമാണ് ഓരോ സ്ത്രീയുടെയും. ഓരോരുത്തരുടെയും കഴിവുകളും സ്വഭാവങ്ങളും സാധ്യതകളും വളരെ വ്യത്യസ്തമാണ്. എന്നാൽ ഈ കഴിവുകളും സാധ്യതകളും തിരിച്ചറിയാൻ സാധിക്കാതെ പോകുന്നത് കൊണ്ടാണ് ഞാൻ ആരാണെന്നും എന്താണ് എന്നെക്കുറിച്ചുള്ള ദൈവോദ്ദേശമെന്നും തിരിച്ചറിയാതെ പോകുന്നത്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളുടെ പ്രാർത്ഥനാ ജീവിതവും ദൈവാശ്രയവും വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് ലഭിക്കുന്നതായ മൂല്യങ്ങൾ, ദൈവിക ജ്ഞാനം നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് പകരപ്പെടുമ്പോൾ മൂല്യമുള്ള തലമുറയെ വാർത്തെടുക്കുവാനായിട്ട് സാധിക്കും. മക്കളെ വളർത്തുവാൻ വേണ്ടുന്ന പ്രാപ്തിയും വിവേകവും തരണമേ എന്ന് ഓരോ സ്ത്രീയും ദിനംതോറും പ്രാർത്ഥിക്കണം. മറിയ തൈലം കർത്താവിന്റെ കാലിൽ പൂശിയപ്പോൾ ആ തൈലത്തിന്റെ സൗരഭ്യം കൊണ്ട് ആ വീട് മുഴുവൻ നിറഞ്ഞു. അതുപോലെയാകണം നമ്മുടെ ജീവിതവും. മറ്റുള്ളവർക്ക് സൗരഭ്യം കൊടുക്കാനായിട്ട് കഴിയണം. നമ്മുടെ സ്നേഹത്തോടെയുള്ള പ്രവൃത്തി, നമ്മുടെ വാക്കുകൾ കൊണ്ടും ചെറിയ പുഞ്ചിരിയിലൂടെയും നമ്മളിലുള്ള ദൈവിക സൗരഭ്യത്തെ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാനായിട്ട് സാധിക്കണം. എന്നിലൂടെ ദൈവത്തെ കാണുവാൻ, ദൈവിക പ്രവൃത്തിയെ അനുഭവിക്കുവാൻ മറ്റുള്ളവർക്ക് സാധിക്കണം. അപ്പോഴാണ് നമ്മളിലെ സൗരഭ്യം മറ്റുള്ളവർക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കുന്നതും ഭയരഹിതരും വിശ്വസ്തരുമായ ദൈവസമർപ്പിത സ്ത്രീയും ആയിത്തീരുന്നത്. സദൃശവാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നുണ്ട്: ലാവണ്യം വ്യാജവും സൗന്ദര്യം വ്യർത്ഥവുമാകുന്നു, യഹോവ ഭക്തിയുള്ള സ്ത്രീയോ പ്രശംസിക്കപ്പെടും. ഭയരഹിതമായി വിശ്വസ്തയോടെ ദൈവസമർപ്പിതരായി ശുശ്രൂഷ ചെയ്യുവാൻ നമുക്കും സാധിക്കട്ടെ. ഭയത്തെ ജയിക്കുന്ന വിശ്വാസവും ജീവിതാവസാനം വരെ വിശ്വസ്തരായി നിലകൊള്ളുന്ന ദൈവകൃപയും ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കണം. മറിയെപ്പോലെ ഭയരഹിതമായി വിശ്വസ്തയോടെ സ്നേഹിക്കുവാനും, രൂത്തിനെ പോലെ വിശ്വസ്തരായിരിക്കുവാനും, എസ്തേറിനെ പോലെ ധൈര്യത്തോടെ നിൽക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ആമീൻ. നിങ്ങൾക്ക് ഈ മെസ്സേജ് ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും പുതിയ വീഡിയോയുമായി അടുത്തതിൽ കാണാം. ടിൽ ദെൻ ബൈ ആൻഡ് ഗോഡ് ബ്ലസ് യു.